guys, good evening. Now time is 4:34. Now we are in Germany. We are going to Bedabad. I think Manbad something somewhere. We have left 1 hour 40 minutes driving. So we are going to France. We have unloading at France. So actually Sunday, we have delivery on Monday, but there is ban on Sunday, France, Austria, some countries. So we are planning tomorrow morning we go to the unloading point in France and take Sunday rest from France. So now we are going in Germany roads. You can see this is a German road system. It's 4 lines road. This side we have a trailer. There is a mirror. Actually 5 mirrors here inside mirror. Left side also 2 mirrors. So German road കൂടെയാണ് guys നമ്മൾ പോകുന്നത്. Germany actually we need to translate the German to English to understand many things. So everyone use translator to convert the German to English. Translator is essential here. It's a nice paddy field there. You see. So നമ്മൾ 80 കിലോമീറ്ററിൽ ക്രൂസ് ചെയ്ത് പോവാണ് ഗൈസ്. നമ്മളൊരു ഫെമിലിയർ പാർക്കിംഗ് നോക്കിയായിരുന്നു. ഒരു ഫെമിലിയർ പാർക്കിംഗ് നോക്കിയായിരുന്നു, പക്ഷേ അവിടേക്ക് 240 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 മണിക്കൂറിൽ നമുക്ക് 240 കിലോമീറ്റേഴ്സ് പോസിബിൾ അല്ല. നമുക്ക് മാക്സിമം 160, അതായത് നമ്മളെ 80 നമ്മളെ ട്രക്കിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം 160 പോകാൻ പറ്റുള്ളൂ. അപ്പം റോഡ് വലുതാക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഒരു പാർക്കിംഗ് നമുക്ക് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇന്നത്തെ സ്റ്റേ സെറ്റ് ചെയ്യാൻ. നാളെ രാവിലെ 8 മണിക്ക് നമുക്ക് നമ്മൾ ഫ്രാൻസ് പോകും. ആ സൗണ്ട് എന്ന് പറയുന്നത് ലൈൻ കീപ്പ് ആട്ടോ. നമ്മൾ ലൈന് മാറി പോകുമ്പോൾ ബൈക്ക് ഉണ്ടോ ഇവിടെ ഈ റോഡിലൊക്കെ മാക്സിമം ഐ തിങ്ക് 1000 cc അപ്പോൾ ബൈക്കുകൾ മാത്രമേ ഈ റോഡിൽ അലോ ചെയ്യുന്നുണ്ടോ. അല്ലെങ്കിൽ വണ്ടി പാറി മീൻസ് വെയിറ്റ് ഇല്ലെങ്കിൽ വണ്ടി ഇതാകും, ലാഞ്ചും. അതുകൊണ്ട് അധികം സ്പോർട്സ് ബൈക്ക് മാത്രമാണ് ഈ റോഡിലൊക്കെ നമ്മൾ കാണുന്നത്. അല്ലാത്ത ബൈക്കൊന്നും ഇതിൻ്റെ അകത്ത് എൻട്രി ഇല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 900 cc ആണെന്ന് തോന്നുന്നു ജർമ്മൻ റോഡ്സ് അലൗഡ്. നമ്മളെ ഗ്ലാസ്സുകളൊക്കെ എന്തോ പ്രാണി വന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ അല്ല ഇന്ന് പോയിട്ടത് അല്ലെങ്കിൽ നാളെ രാവിലെ അത് വാഷ് ചെയ്യണം കേട്ടോ പോകുന്നതിന് മുമ്പ്. സോ നമ്മൾ ജർമ്മനി കൂടെ ഫ്രാൻസിലേക്ക് നമ്മൾ പോകുന്നു കേട്ടോ. ഫ്രാൻസ്, ഗോയിങ് ടു ഫ്രാൻസ്. മൺഡേ മോർണിംഗ് 8 മണിക്കാണ് നമുക്ക് ഡെലിവറി. ഓക്കെ, ബ്ലോക്ക് ആട്ടോ. ജർമ്മനിയിൽ നമ്മൾ കയറി തൊട്ടൊരു 5 സ്ഥലത്ത് ബ്ലോക്കിൽ നമ്മൾ എടുക്കും. വലിയ ബ്ലോക്കൊന്നുമില്ല, ഒരു 10 മിനിറ്റ് ഒക്കെ നമുക്ക് ബ്ലോക്ക് ഉണ്ട്. നമുക്ക് സ്പീഡിലങ്ങ് ക്രൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എവിടെയൊക്കെ ചില സ്ഥലത്തൊക്കെ റോഡ് പണിയും കാര്യങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊരു സ്ലോലി പോകുന്നുള്ളൂ. 10 മിനിറ്റ് കൂടുതൽ ബ്ലോക്ക് എവിടെയും കിട്ടിയിട്ടില്ല. അപ്പം അത്രയാണ്. ഇവിടെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് തോന്നില്ല. അപ്പം മാപ്പിൽ പക്ഷേ ലൈറ്റ് കളറാണ് കാണിക്കുന്നത്, ഓറഞ്ച് ആണ്. പക്ഷേ എന്താണെന്നറിയില്ല. ഇത് ഫുള്ള് എന്താണ് വീറ്റ് കേട്ടോ, മീൻസ് ചോളം. ജർമ്മനിയിൽ ബ്ലോക്ക് കേട്ടോ. ഒന്നാമത് വില്ലേജിൻ്റെ വർക്കിൻ്റെ അതിൻ്റെ തിരക്കും മേ ബി
കമ്പാരിറ്റീവ്ലി അതർ കൺട്രി ജർമ്മനിയിൽ ആൾ കൂടുതലാണ് ഉണ്ടാവണം. ലിവിങ് കോസ്റ്റും എല്ലാം ജർമ്മനിയിൽ കൂടുതലാണ്. എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞു 400 euro ആണ് അവന് റൂം റെൻറ്റ് വരുന്നത്. അപ്പം ജർമ്മനി എക്സ്പെൻസീവ് ആണ്, പക്ഷേ അതിനനുസരിച്ചുള്ള സാലറിയും ജർമ്മനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നോ ഓവർടേക്കിംഗ്. ഓക്കെ, ഈ സിഗ്നൽ എന്ന് പറയുന്നത് നോ ഓവർടേക്കിംഗ് കേട്ടോ. ഇതുണ്ടോ, ഇത് നോ ഓവർടേക്കിംഗ് എന്ന സിഗ്നലാണ്. ഇതൊക്കെയാണ് നമ്മുടെ ജർമ്മൻ ട്രക്ക് അല്ല യൂറോപ്യൻ ട്രക്കിംഗ്. നമുക്ക് ഒരു ദിവസം മാക്സിമം 9 മണിക്കൂർ ഡ്രൈവ് ചെയ്യാം. 9 hours ആണെങ്കിൽ പിന്നെ ഒരു ദിവസം ആഴ്ച 2 ദിവസം 10 മണിക്കൂറും ബാക്കി മാക്സിമം ആഴ്ചയിൽ 9 മണിക്കൂറേ ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. നല്ല ബ്ലോക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്കുണ്ട്.